തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിന് പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കി ബിജെപി. ശാസ്തമംഗലം വാർഡിൽ മുൻ ഡിജിപി ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയാകും. വി രാജേഷ് കവടിയാറിൽ മത്സരിക്കില്ല, പകരം കൊടുങ്ങാനൂരിൽ സ്ഥാനാർത്ഥിയാകും. പാളയത്ത് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ പത്മിനി തോമസ്, തമ്പാനൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷ്, നേമത്ത് എം.ആർ. ഗോപൻ, പുന്നയ്ക്കാമുകളിൽ മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. 67 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല, ബിജെപിന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയിലെ VIP ആണ് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ആർ ശ്രീലേഖ ജനവിധി തേടുന്നത്. എന്നോടൊപ്പം ചേരുന്നു. മാഡം, എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തിൽ? വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനസേവനമാണ് ഇനി ലക്ഷ്യം. അതായത് മുൻ DGP ആയിട്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു നഗരസഭയിലെ വാർഡിൽ വന്ന് മത്സരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അതങ്ങ് വിശ്വസിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വലുത് ചെറുതെന്നൊന്നും ഇല്ലല്ലോ, എല്ലാം പ്രധാനമല്ലേ. നമ്മുടെ ഏറ്റവും അടിത്തറ അതാണല്ലോ. ഭരണം എന്ന് പറയുന്നതിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വാർഡിനല്ലേ തുടങ്ങുന്നത്. അപ്പൊ അതൊന്നും അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. സേവനം എവിടെയും സേവനമാണ്. അപ്പൊ ഇവിടുന്ന് ഒരു തുടക്കം അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഇവിടെ തരുന്ന സ്ഥലത്ത് ജനങ്ങളുടെ പരമാവധി സേവനം ഉറപ്പാക്കുക, വികസനം പരമാവധി ഉറപ്പാക്കുക. അപ്പം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ പ്രചാരണമൊക്കെ എങ്ങനെയായിരിക്കും? ഇന്ന് തന്നെ തുടങ്ങുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതും പ്രചരണത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഓക്കെ. അപ്പൊ വളരെയധികം നന്ദി. എന്തായാലും വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പ്. ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞതിന്റെ പ്രതീക്ഷയിലാണ് നേതൃത്വവും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ BJPയും ആദ്യഘട്ടം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 67 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, പല VIPകളും ഈ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ്. മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് നിന്ന് ജനവിധി തേടുകയാണ്. അതോടൊപ്പം പുന്നയ്ക്കാമുകളിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ, അതോടൊപ്പം പാളയത്ത് നിന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസ്, തമ്പാനൂരിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വി രാജേഷാകും KS ശബരിനാഥിനെതിരെ മത്സരിക്കുക എന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് മാറി മറിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവിന്റെ ഭാഗമായ കൊടുങ്ങാനൂരിൽ നിന്നാകും വി രാജേഷ് മത്സരരംഗത്തേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അതോടൊപ്പം ശബരിനാഥിനെതിരെ ആര് മത്സരരംഗത്തേക്ക് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസമാകും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അവിടെയാകും ഈ സർപ്രൈസായി കവടിയാറിലേക്ക് ആരെയാകും സ്ഥാനാർത്ഥിയാക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 5 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇനി അധികാരത്തിലേക്ക് എത്തിയാൽ വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാമതായി തലസ്ഥാനത്തെ എത്തിക്കുക എന്ന തരത്തിലായിരിക്കും പ്രവർത്തനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് BJPയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നത്.